നമസ്കാരം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ 2026 വിഷുപ്പുലരിയിലേക്ക് നമ്മൾ ഓരോരുത്തരും അടുക്കുകയാണ്. മലയാളികളുടെ സ്വത്വവും സംസ്കാരവും തുടക്കുന്ന വിഷു സംക്രമം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. രാശിചക്രത്തിലെ ഒന്നാമത്തെ കൂറായ മേടക്കൂറുകാർക്ക്, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം എങ്ങനെയുണ്ടാകും? ജ്യോതിഷശാസ്ത്രമനുസരിച്ച് മേടം രാശിയിൽ സൂര്യൻ ഉച്ചസ്ഥനായി നിൽക്കുന്ന സമയത്താണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. ഈ വർഷം ശനി നിങ്ങളുടെ 12ാം ഭാവത്തിലേക്ക് മാറുന്നതിലൂടെ ഏഴശനിയുടെ ആദ്യഘട്ടം ആരംഭിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഈ വർഷത്തിന്റെ ഒരു പ്രധാന ഭാഗത്ത് വ്യാഴത്തിന്റെ ധനഭാവ സ്വാധീനം നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിങ്ങനെ ജീവിതത്തിലെ സകല മേഖലകളെയും സ്പർശിക്കുന്ന ഒരു സമ്പൂർണ്ണ വിഷുഫലം വിശകലനമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക, കാരണം ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകമായി ചെയ്യേണ്ട ദോഷാന്തി പരിഹാരങ്ങളും ഈ വീഡിയോയുടെ ഭാഗമായി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മേടക്കൂറുകാരെക്കുറിച്ച് പറയുമ്പോൾ, ചൊവ്വയുടെ ആധിപത്യമുള്ള രാശിയായതുകൊണ്ട് തന്നെ സാഹസികതയും തന്റേടവും നിങ്ങളുടെ മുഖമുദ്രയാണ്. 2026 ഏപ്രിൽ മുതൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യും. ഈ വർഷം വ്യാഴത്തിന്റെ മാറ്റങ്ങൾ നിങ്ങളുടെ ധനലാഭത്തിനും സംസാരത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാനും നിങ്ങളെ സഹായിക്കും. എന്നാൽ ശനി 12ൽ നിൽക്കുന്ന ഏഴശനിയുടെ തുടക്കമായതിനാൽ അനാവശ്യമായ ചിന്തകൾ മനസ്സിനെ അലോസരപ്പെടുത്താൻ സാധ്യതയുണ്ട്. ചെലവുകൾ വർദ്ധിക്കാനും അനാവശ്യ യാത്രകൾക്കും സാധ്യതയുള്ളതിനാൽ കൃത്യമായ ആസൂത്രണം ഈ വർഷം അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഓരോ നക്ഷത്രക്കാരെയും വളരെ വിശദമായി പരിശോധിക്കാം. ഒന്നാമതായി അശ്വതി നക്ഷത്രം. മേടക്കൂറിലെ ആദ്യ നക്ഷത്രമായ അശ്വതിക്കാർക്ക് ഈ വിഷു സംക്രമം അപ്രതീക്ഷിത ഭാഗ്യങ്ങളാണ് കൊണ്ടുവരുന്നത്. കേതുവിന്റെ നക്ഷത്രമായതിനാൽ ആത്മീയമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് താൽപ്പര്യം വർദ്ധിക്കും. കഴിഞ്ഞ കുറെ കാലമായി അശ്വതി നക്ഷത്രക്കാർ അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഈ ഏപ്രിൽ മാസത്തോടെ ഒരു പരിഹാരമാകും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം പകുതിക്ക് ശേഷം നല്ല സമയമാണ്. വീട് പണി തുടങ്ങാനോ വസ്തു വാങ്ങാനോ ഉള്ള തടസ്സങ്ങൾ നീങ്ങും. രണ്ടാമതായി ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശുക്രന്റെ സ്വാധീനം ഉള്ളതിനാൽ ഈ വർഷം ആഡംബര സൗകര്യങ്ങൾ വർദ്ധിക്കും. കല, സിനിമ, സാഹിത്യം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വിഷുക്കാലം വലിയ അംഗീകാരങ്ങൾ നൽകും. മുടങ്ങിക്കിടന്ന പല കരാറുകളും പുനരാരംഭിക്കാൻ സാധിക്കും. എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ അമിത വിശ്വാസം ആരെയും കാണിക്കരുത്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ദൂരയാത്രകൾ ചെയ്യാനും സാധ്യതയുണ്ട്. മൂന്നാമതായി കാർത്തിക നക്ഷത്രം. സൂര്യന്റെ പ്രഭാവമുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ഭരണരംഗത്തും രാഷ്ട്രീയത്തിലും തിളങ്ങാൻ സാധിക്കും. ഔദ്യോഗിക രംഗത്ത് വലിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടിവരും. നിങ്ങളുടെ നേതൃപാടവം അംഗീകരിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ കഴിയും. അച്ഛന്റെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. ഇനി 12 മാസത്തെ ഫലങ്ങൾ നമുക്ക് വിശദമായി നോക്കാം. മേടമാസം അഥവാ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. തൊഴിൽ മേഖലയിൽ ശത്രുക്കളുടെ ശല്യം കുറയുകയും മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ ഇടവരികയും ചെയ്യും. ഈ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയിൽ ഗുണം ചെയ്യും. ഇടവമാസം അഥവാ മെയ് ജൂൺ മാസങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണം. വ്യാഴത്തിന്റെ സ്വാധീനം ധനവരവ് നൽകുമെങ്കിലും ഏഴശനിയുടെ സ്വാധീനം കാരണം അനാവശ്യമായ ആഡംബര ചെലവുകൾ നിങ്ങളുടെ സമ്പാദ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മിഥുനമാസം അഥവാ ജൂൺ ജൂലൈ കാലയളവിൽ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വലിയ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. കർക്കടക മാസം അഥവാ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകണം. യാത്രാവേളകളിൽ ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും. ചിങ്ങമാസം അഥവാ ഓഗസ്റ്റ് സെപ്റ്റംബർ കാലയളവിൽ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ പ്രതീക്ഷിക്കാം. ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകൾ ലഭിക്കാൻ ഈ മാസം സഹായിക്കും. കന്നിമാസം അഥവാ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കോടതി കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. പഴയ കടങ്ങൾ വീട്ടിത്തീർക്കാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. ശത്രുക്കളുടെ നീക്കങ്ങളെ ബുദ്ധിപൂർവ്വം നേരിടാൻ നിങ്ങൾക്ക് കഴിയും. തുലാം മാസം അഥവാ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം വേണം. എന്നാൽ ബിസിനസ് പാർട്ട്ണർഷിപ്പുകൾക്ക് ഈ സമയം ഗുണകരമാണ്. വൃശ്ചികം മാസം അഥവാ നവംബർ ഡിസംബർ കാലയളവിൽ ഭാഗ്യപരീക്ഷണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. പണമിടപാടുകളിൽ വലിയ ജാഗ്രത ഈ സമയം ആവശ്യമാണ്. ധനുമാസം അഥവാ ഡിസംബർ ജനുവരി മാസങ്ങളിൽ തീർത്ഥാടന യാത്രകൾക്കും ആത്മീയ കാര്യങ്ങൾക്കും സമയം കണ്ടെത്തും.
ഇത് നിങ്ങളുടെ മനസ്സമാധാനം വർദ്ധിപ്പിക്കും. മുതിർന്നവരുടെ അനുഗ്രഹം തേടുന്നത് കാര്യതടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. മകരമാസം അഥവാ 2027 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനപിന്തുണ വർദ്ധിക്കും. കുംഭമാസം അഥവാ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കും. മുടങ്ങിക്കിടന്ന വീട് പണി പൂർത്തിയാക്കാൻ ഈ മാസം സാധിക്കും. മീനമാസം അഥവാ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ വർഷത്തെ നിങ്ങളുടെ നേട്ടങ്ങൾ വിലയിരുത്താനും അടുത്ത വർഷത്തേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും സാധിക്കും. നിങ്ങളുടെ കരിയറിലേക്ക് നോക്കിയാൽ തൊഴിൽ രഹിതർക്ക് ഈ വർഷം വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് IT, ബാങ്കിംഗ്, അധ്യാപനം എന്നീ മേഖലകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വിഷുവിനു ശേഷം നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം. സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. പ്രവാസികളായ മേടക്കൂറുകാർക്ക് ജോലിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ ശമ്പള വർധനവിനോ ഈ വർഷം അവസരം ലഭിക്കും. സാമ്പത്തികമായി വ്യാഴത്തിന്റെ അനുകൂല ഭാവങ്ങൾ വലിയ ആശ്വാസമാണ്. മുമ്പ് എവിടെയെങ്കിലും കുടുങ്ങിക്കിടന്ന പണമോ അല്ലെങ്കിൽ പൈതൃകമായി ലഭിക്കേണ്ട സ്വത്തോ ഈ വർഷം നിങ്ങളുടെ കൈവശം വന്നുചേരും. എങ്കിലും ഏഴശനിയുടെ ആദ്യഘട്ടമായതിനാൽ അനാവശ്യമായ ജാമ്യം നിൽക്കുന്നതോ വലിയ കടങ്ങൾ എടുക്കുന്നതോ ഒഴിവാക്കണം. ചിട്ടയായ സമ്പാദ്യം ഈ വർഷം നിങ്ങളെ വലിയ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിക്കും. ആരോഗ്യകാര്യത്തിൽ ഈ വർഷം അല്പം ശ്രദ്ധ ആവശ്യമാണ്. ഉദരസംബന്ധമായ അസുഖങ്ങളോ അല്ലെങ്കിൽ കാലുകൾക്ക് അസ്വസ്ഥതകളോ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യത്തിലും വ്യായാമത്തിലും മിതത്വം പാലിക്കുക. കൃത്യമായ യോഗ ശീലമാക്കുന്നത് മാനസിക ഉന്മേഷം നിലനിർത്താൻ സഹായിക്കും. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മെയ് മാസത്തിനു ശേഷം അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. സ്കോളർഷിപ്പുകൾക്കും മറ്റും അപേക്ഷിക്കാൻ ഈ സമയം ഉപയോഗിക്കുക. ദോഷങ്ങൾ അകന്ന് ഐശ്വര്യം വരാനായി ചില പരിഹാരങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഏഴശനിയുടെ ദോഷം കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീലാഞ്ജനം സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഹനുമാൻ ചാലിസ് ജപിക്കുന്നത് മാനസിക ഭയം ഇല്ലാതാക്കും. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പായസ് വഴിപാട് നടത്തുന്നത് തൊഴിലിലെ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. അശ്വതി നക്ഷത്രക്കാർ ഗണപതി ഹോമവും, ഭരണി നക്ഷത്രക്കാർ ഭഗവതിക്ക് വിളക്കും, കാർത്തികക്കാർ സൂര്യനമസ്കാരവും ജീവിതത്തിന്റെ ഭാഗമാക്കുക. പ്രത്യേകിച്ചും ശനിയാഴ്ചകളിൽ നീലയോ കറുപ്പോ വസ്ത്രം ധരിക്കുന്നതും എള്ളുതിരി കത്തിക്കുന്നതും ഉത്തമമാണ്. മേടക്കൂറുകാരായ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വിഷുക്കാലം ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമായി മാറട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചും സൗഭാഗ്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ജ്യോതിഷം എന്നത് ഒരു വഴിവിളക്കാണ്. കഠിനാധ്വാനവും ദൈവവിശ്വാസവും കൂടിച്ചേരുമ്പോൾ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ് വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു.